അപ്പൊ താത്താനോട് വന്നിട്ട് അയൽവക്കത്തൊരു നാരായണി വന്നിട്ട് പറയാൻ പാത്തുത്ത ലായിലായില്ലല്ലോ ഒന്ന് പറഞ്ഞേ. അന്നേരം പാത്തൂത്ത പറഞ്ഞ്, മക്കളെ നിങ്ങൾ പള്ളി പോയിക്കോ, എനിക്കറിയില്ല എന്നെങ്ങാനും പറയാൻ പാത്തൂത്ത തയ്യാറായാൽ ആ പാത്തൂത്താന്റെ ഹുക്കം എന്താണ്? ഫഖദ് കഫർ, ഇസ്ലാം ഒന്ന് പുറത്തുപോയി ആ പാത്തൂത്ത. ഇസ്ലാം ഒന്ന് പുറത്തുപോയില്ലേ? ഫഖാല ലാ അദ്രി ഫഖദ് കഫർ. അള്ളാനെ ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? എനിക്കറിയില്ല മക്കളെ, പള്ളിയിൽ ഉസ്താദിനോട് പോയി ചോദിക്കുന്നു പറഞ്ഞാൽ പിന്നെ മുസ്ലിമാ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. യാ അയ്യുഹന്നാസ്, ഓ മാലോകരെ, ളുരിബ മസലും ഫസ്തമിഊ ലഹ്, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ആരാ പറയണ? അല്ലാഹ് മനുഷ്യനെ വിളിച്ചിട്ട്, എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് എന്നിട്ട് പറയുന്നതാ ശ്രദ്ധിച്ച് കേൾക്കാൻ അറബിയിൽ അതിന് പറയാ. ശ്രദ്ധിച്ച് കേട്ടോളണം. എന്നിട്ട് അല്ലാഹു തആല വിഷയം പറയാണ്. ഈ രീതിയിൽ അല്ലാഹു തആല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, എൻ്റെ അഞ്ചന്മാര്, ജ്യേഷ്ഠന്മാർ, അപ്പുറയ്ക്കുന്ന പെങ്ങന്മാരൊക്കെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഈ രീതിയിൽ അല്ലാഹു തആല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യം മനുഷ്യനെ വിളിക്കുക, ഞാനൊന്ന് പറയാൻ പോന്നേന്ന് പറയാ, ശ്രദ്ധിച്ച് കേട്ടോളണം എന്ന് പറയാ, എന്നിട്ട് വിഷയം പറയാ. അള്ളാഹ് പറയുന്ന ആലോചിക്കണം. ഒരു മഖ്ലൂക്കായ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്റെ സകല ബലഹീനതകളെയും ഞാൻ ഒരുമിച്ച് കൂട്ടി ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ. നിങ്ങളൊരു കാര്യം പറയാൻ പോകുന്ന കേട്ടോ, എല്ലാവരും അടുത്തിരിക്കണം. അനൗൺസർ പറഞ്ഞു, അതായത് ഉറങ്ങാൻ പോകുന്ന എല്ലാവരും അടുത്തിരിക്കണം. എല്ലാവരും അടുത്തിരുന്നു. ഉസ്താദ് വലിയൊരു കാര്യമായിട്ട് വിഷയം പറയാൻ പോകുന്ന കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് മഖ്ലൂക്കോട് പറയുന്ന വിഷയം വെറും വാക്ക് മാത്രാ. മറ്റേത് ഖാലിഖ് മഖ്ലൂക്കോട് പറയുന്ന വാക്ക, ഭയങ്കര വെയിറ്റ് ഉണ്ട് അതിന്. അല്ലാഹ് പറയാ നമ്മളോട്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. പറയാൻ പോകുകയാണ് വിഷയം. എന്താണ് വിഷയം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ദേവികളുണ്ടല്ലോ, ബാവമാരുണ്ടല്ലോ, ബീവിമാരുണ്ടല്ലോ, അച്ഛന്മാരുണ്ടല്ലോ, അമ്മമാരുണ്ടല്ലോ, ശൈഖുമാരുണ്ടല്ലോ, തങ്ങന്മാരുണ്ടല്ലോ, നിങ്ങൾ വിളിച്ച് നിങ്ങളെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന, നിങ്ങളെ ആവശ്യങ്ങളെ ബോധിപ്പിക്കുന്ന, നിങ്ങളെ ആവലാദികളെ കേൾപ്പിക്കുന്ന അല്ലാഹു അല്ലാതെ ശക്തി വ്യക്തി വസ്തുക്കൾ അഖിലവുമുണ്ടല്ലോ, ഇവരാരും തീർച്ചയായും ഒരു ഈച്ചയെ പോലും നിർമ്മിച്ചിട്ടില്ല കേട്ടോ. എന്താ സഹോദരന്മാരെ, ഇനി എന്താ അള്ളാഹ് അവന്റെ തൗഹീദ് പറഞ്ഞു തരാൻ വേണ്ടിട്ട് നമ്മളോട് പറയേണ്ടത്? സാധാരണക്കാരന് വലിയ തഫ്സീറൊന്നും പഠിക്കണ്ടല്ലോ ഇത് മനസ്സിലാക്കാൻ. വലിയ തഫ്സീറും തൗഹീദും പഠിക്കണ്ടില്ല ഇത് മനസ്സിലാക്കാൻ. ഉസ്താദ്മാരടുത്ത് പോയിട്ട് അതിൽ ലഫ്ളും പഠിക്കണമെന്നില്ല. സാധാ സീദാ അറബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ്. ഒരു ഈച്ചയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേപോലെ ഈച്ചനെ ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട് തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. തൗഹീദിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, കോംപ്രമൈസ് ഇല്ല, ഹിക്മത്തില്ല. വഹദാനിയത്ത് അംഗീകരിക്കുന്ന വിഷയത്തിൽ ഹിക്മത്തില്ല. ചിലർ ഹിക്മത്താണ്, ഹിക്മത്ത് അതാണ് നമ്മൾ അങ്ങനെ അവിടെ പോയത് ഇവിടെ പോയതെന്നൊക്കെ. ഈമാന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു കോംപ്രമൈസും ഇല്ലാത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു തരത്തിലുള്ള സന്ധി സംഭാഷണവും അക്കാര്യത്തിലില്ല. അതെ, ലോകചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരു കാലഘട്ടത്തിലും ഈമാന്റെ അഹ്ലുകാരോട് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ടില്ല. ക്രിസ്താബ്ദം 3-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യാനിസം ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ക്രിസ്താബ്ദം 3-ാം നൂറ്റാണ്ടിലാണ്. അതുവരെയും ക്രിസ്ത്യാനികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹിന്റെ ആൾക്കാരായിരുന്നു. അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിക്കുകയും ഈസാ നബിയുടെ റിസാലത്ത് അംഗീകരിക്കുകയും ഈസാ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് അവർ. അവര് കുരിശ് നിർമ്മാണം നടത്തിയിട്ടില്ല. യേശുവിനെയും മറിയത്തെയും ദൈവങ്ങളാക്കിയിട്ടില്ല.
3 നൂറ്റാണ്ട് കാലം പിടിച്ചു നിന്നു അവർ. 3 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കിയിട്ട് കാലത്തിനെന്നറിയോ? 1414 നൂറ്റാണ്ട് കാലം പിടിച്ചു തന്നു. നസാറാക്കൊക്കെ 3 നൂറ്റാണ്ടേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ക്രിസ്തവന്റെ 3-ാം നൂറ്റാണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നു ക്രിസ്ത്യാനി സമൂഹത്തിന്റെ മിഷണറി. അപ്പോഴേക്കും വികലമാക്കപ്പെട്ട ഒരു മതവുമായിട്ടാണ് അവർ വന്നത്. പൗരോഹിത്യത്തിന്റെ കൈകടത്തലുകൾ വന്നു. റോമൻ സാമ്രാജ്യത്വ ശക്തികളുടെ മിഷണറി വികലമായ ഒരു മതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലോകത്തേക്ക് മിഷണറിമാരെ അയച്ചു. അക്കൂട്ടത്തിന് ഇന്ത്യയിലേക്ക് വന്നൊരു സമൂഹം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാമകൃഷ്ണന്മാരും സീതാറാണിമാരും ആരാധിക്കപ്പെടുകയാണ്. ഇവിടെ ക്രിസ്ത്യാനി സമൂഹം ഇന്ത്യൻ സമൂഹവുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി. ആദർശ രംഗത്ത് രാമന് പകരം അവർ യേശുവിന്റെ ബിംബമുണ്ടാക്കി, സീതക്ക് പകരം മറിയത്തിന്റെ ബിംബമുണ്ടാക്കി. ഇന്ത്യൻ പൗരാണിക വിശ്വാസവുമായിട്ടൊരു കോംപ്രമൈസിന് ക്രിസ്ത്യാനി സമൂഹം തയ്യാറായപ്പോൾ ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ അവർ സഹായികളായി. മുഹമ്മദ് ബിൻ ഖാസിം ഉസ്സഖഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം സിന്ധിലേക്ക് വന്നു. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ, അതാണ് പഴയ സിന്ധ്. മുഹമ്മദ് ബിൻ ഖാസിം ഉസ്സഖഫി കാലുകുത്തിയ നാട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അയച്ചതാണ്. സംഭവം ചരിത്രം വിശദീകരിക്കാൻ മെനക്കെട്ട പിന്നെ അത് മാത്രം പറഞ്ഞ ഇന്ന് രാത്രി മുഴുവൻ വേണ്ടി. ദാഹിർ ചക്രവർത്തിയുമായിട്ടുള്ള സംഭവങ്ങൾ, സിലോണിൽ നിന്ന് കപ്പൽ സംഘങ്ങൾ കടന്നു വന്നത്, ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷയം പറയേണ്ടി വരും. അതൊന്നും നേരെയില്ല. ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ പ്രചരണം ആരംഭിച്ചു. സിന്ധ് കേന്ദ്രമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ആധിപത്യം പരിചയപ്പെടുത്തി കൊടുത്തു. ലക്ഷോപലക്ഷം വരുന്ന ദേവീദേവന്മാരെ പൂജിച്ച് ജീവിക്കുന്ന ബഹുദൈവ വിശ്വാസികളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ വഹദാനിയത്തും ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ റിസാലത്തിന്റെ നുബുവത്തിന്റെ നഹ്ജും പറഞ്ഞു കൊടുത്തപ്പോൾ ജനം അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായി. ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി തആല അലൈഹി സിന്ധ് കേന്ദ്രമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ വഹദാനിയത്തും ഹബീബിന്റെ റിസാലത്തും ജീവിതപാതയാക്കാൻ ആ ജനത്തിനെ പരിശീലിപ്പിച്ചു. 3-4 പതിറ്റാണ്ട് കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ പാകിയ നാട്ടിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വിളി വന്നു. രാജ്യം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരണമെന്ന്. നാട്ടുകാരോട് യാത്ര ചോദിക്കാൻ ഇബ്നു ഖാസിം ഊരു ചുറ്റി, ഗ്രാമങ്ങളിൽ ചുറ്റി. ഈ സന്ദർഭത്തിൽ ഗ്രാമീണരായ ജനത്തിന്റെ കുടിലുകൾക്കുള്ളിൽ ഇബ്നു ഖാസിമിനെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി. അവർ ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ ബിംബത്തോടൊപ്പം ഇബ്നു ഖാസിമിന്റെ ബിംബവും ഉണ്ടാക്കി അവർ പൂജിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പകർന്നു തന്നൊരു മഹാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു തന്നൊരു മഹാൻ അങ്ങ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്നും അടിമകൾ തന്നെ, കീടങ്ങൾ തന്നെ, ധനികവർഗത്തിന്റെയും മേലജാതിക്കാരന്റെയും കീടങ്ങളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട പുഴുക്കള്. അങ്ങ് വന്നതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രരായി, മനുഷ്യരായി. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ആരാധനാമൂർത്തിയാണ്. ഇബ്നു ഖാസിം ചോദിച്ചു, ജനങ്ങളോട് മറുപടി ഇങ്ങനെ കിട്ടിയത്. അവസാനത്തെ ഉത്തരവ്, അല്ലാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നതല്ലാതെ മറ്റ് വ്യക്തി ശക്തി വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഔദാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. ഈ ബിംബങ്ങളെ മുഴുവനും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഓർഡറും കൊടുത്തിട്ട് നശിപ്പിച്ചിട്ട് സ്ഥലം വിടാൻ വേണ്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലം വിടാൻ വേണ്ടി ഖാസിം തയ്യാറായി. ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. അവിടെ വന്നു മാലിക്കുദ്ദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി തെക്കേ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. 33 കോടി ദേവീദേവന്മാരെ പൂജിച്ച് ജീവിക്കുന്ന നാട്ടിലേക്ക് ആരാധനാപാത്രങ്ങളായി ദേവിമാരെയും ദേവന്മാരെയും ഭഗവാന്മാരെയും ഭഗവതിമാരെയും പൂജാവസ്തുക്കളെയും ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പ്രതിഷ്ഠിക്കുന്ന നാട്ടിലേക്ക് കടന്നു വന്ന് ചൈത്രയാത്ര നടത്തിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ കാര്യത്തിൽ അധികാരി വർഗത്തെ തൃപ്തിപ്പെടുത്താനോ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താനോ
നാട്ടുരാജാക്കന്മാരെ തൃപ്തിപ്പെടുത്താനോ നാട്ടുമുഖ്യന്മാരെ തൃപ്തിപ്പെടുത്താനോ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായില്ല മാലിക്കുദ്ദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ലോകത്തൊരിടത്തും അത്തരമൊരു ചരിത്രം കാണൂല. താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിയിലേക്ക് താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി നസാറ ലോകത്തിന്റെ ഈറ്റില്ലത്തിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ. ജൂത സമൂഹം കടന്നു വന്നു ഇന്ത്യ രാജ്യത്തിലേക്ക് മതപ്രബോധനവുമായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് ജീവിച്ചവർ, മൂസ ശരീഅത്തനുസരിച്ച് അമൽ ചെയ്തവർ, രാജ്യത്തിന്റെ രീതിക്കനുസരിച്ച് ഉസൈറിന്റെ ബിംബം ഉണ്ടാക്കി അവരോട് കോംപ്രമൈസ് തയ്യാറായി, ഒരു സന്ധിക്ക് തയ്യാറായി. ഈമാന്റെ അഹ്ലുകാർ ഒരു കാലഘട്ടത്തിനും ഒരിടത്തും അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ ഹിക്മത്ത് എന്തും പറഞ്ഞിട്ട് സന്ധിക്ക് തയ്യാറായ ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ മുഴുവനും ഒത്തൊരുമിച്ചു കൂടി സഖ്യസേനയുണ്ടാക്കിയപ്പോഴും ഇസ്ലാമിക സമൂഹം തനിച്ചാണ് ഒരു ഭാഗത്ത് അന്നും ഇന്നും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ ഒരു തരത്തിലുള്ള മാറ്റപ്പറച്ചക്കൾക്കും ഈമാന്റെ അഹ്ലുകാർ തയ്യാറല്ല. അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ ഒരു വ്യക്തിയെ പരിഗണിക്കാൻ തയ്യാറല്ല, ഒരു ശക്തിയെ പരിഗണിക്കാൻ തയ്യാറല്ല, ഒരു വസ്തുവിനെ പരിഗണിക്കാൻ തയ്യാറല്ല. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം അതാണ്. പേർഷ്യക്കാരാണ് ജാറങ്ങൾ ഉണ്ടാക്കിയത്. ചരിത്രം പരിശോധിച്ചാൽ ജാറ നിർമ്മാണത്തിൽ അധികാരിവർഗത്തിന്റെ പങ്ക് വ്യക്തമാണ്. പൗരോഹിത്യത്തിന്റെ സപ്പോർട്ടോടുകൂടി ഭരണകൂടവും ധനികവർഗവും സാധാരണക്കാരായ ആണിന്റെയും പെണ്ണിന്റെയും വിശ്വാസത്തെ മരവിപ്പിച്ച് നിർത്തി അവന്റെ വിവരക്കേടിനെ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ നല്ല വെള്ളമരാക്കി തീർക്കാൻ വേണ്ടി മെനക്കെട്ടതായിട്ട് ചരിത്രം കാണാം. ആദ്യമായി ബിംബ നിർമ്മാണം നടത്തി മനുഷ്യ സമൂഹത്തിന്റെ അള്ളാഹുവിന് പകരം ശക്തി വ്യക്തികളെ സമർപ്പിച്ചത് ദ്രാവിഡ രാജാക്കന്മാരാണ്. സാധാരണക്കാരനെ ഭരണകൂടത്തിലേക്ക് അടുപ്പിക്കാൻ, ഭരണകൂടത്തിന് ബുദ്ധിമുട്ടില്ലാണ്ടാക്കി തീർക്കാൻ, ഭരണകൂടത്തിന് ഇടങ്ങേറില്ലാണ്ടാക്കി തീർക്കാൻ, അതെ, എപ്പോഴും സമൂഹത്തിലെ സാധാരണക്കാരായിരിക്കും ഭരണകൂടത്തിന് തലവേദന. വലിയവർ സുഖമായിട്ട് ജീവിക്കും ഭരണകൂടത്തിന്റെ തണലിൽ. സാധാരണക്കാരൻ എപ്പോഴും കീറാമുട്ടി പ്രശ്നങ്ങളുമായിട്ട് ഗവൺമെന്റിനെ തൊലക്കും. ഇത് ചരിത്രമാണ്. ഇവരെ തളയ്ക്കാൻ എന്താണ് വഴി? ദ്രാവിഡ രാജാക്കന്മാരും പുരോഹിതന്മാരും കൂടിയിരുന്നു. അവരാലോചിച്ചു, ഏറ്റവും നല്ല വഴി ഇവരെ ആത്മീയ സിദ്ധികളെ ചൂഷണം ചെയ്യലാണ്, ആത്മീയ ചിന്തകളെ ചൂഷണം ചെയ്യലാണ്. അവരുടെ മനസ്സ് താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ദേവന്മാരെ നിർമ്മിച്ച് അവരെ മനസ്സിനെ അങ്ങോട്ട് നീക്കി അതിന് കോവിലുകൾ ഉണ്ടാക്കി ഗവൺമെന്റ് ഫണ്ടിൽ നിന്നൊരു സംഖ്യയും നീക്കി അങ്ങോട്ട് നീക്കിയാൽ ആ ആത്മീയ ചുറ്റുപാടിൽ അവർ തളക്കപ്പെടും. അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഭരണകൂടത്തിനുണ്ടാവുകയില്ല. അങ്ങനെയാണ് ദ്രാവിഡ ദൈവങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. നല്ലത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നൊന്നുമല്ല ഈ ദൈവങ്ങൾ. എന്താണ് ദ്രാവിഡ മനഃശാസ്ത്രം? ക്രൂരതയെ സ്നേഹിക്കുക എന്നുള്ളതാണ്, കടുപ്പപ്പെട്ടതിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ദേവീദേവന്മാരെ കാണാം. പല്ലുന്നുണ്ടവർ, കൊമ്പുള്ളവർ, നാവ് നീളുന്നവർ, കണ്ടാൽ പേടിപ്പിക്കുന്ന ദൈവങ്ങളോടാണ് ദ്രാവിഡ സമൂഹത്തിന് ഇഷ്ടം. ആ മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് ദ്രാവിഡ രാജാക്കന്മാര് ആ രീതിയിലുള്ള രൂപങ്ങൾ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കി. ഇതാണ് നിങ്ങളെ തമ്പുരാക്കന്മാരെന്നും പറഞ്ഞ് ഗവൺമെന്റ് ഫണ്ടിൽ നിന്നൊരു സംഖ്യയും നീക്കി നല്ലൊരു കോവിലും പണിത് സാധാരണക്കാരായ ആണ് പെണ്ണുങ്ങളെ അങ്ങോട്ട് തള്ളി. ഇനി ഒരിക്കലും അവരെ കൊണ്ടുള്ള ഷർറ് ഗവൺമെന്റിന് ഉണ്ടാവില്ല. അങ്ങനെ വർഷാവർഷം ഗവൺമെന്റിന്റെ ചെലവിൽ പുരോഹിത വർഗത്തിന്റെ നേതൃത്വത്തിൽ ദ്രാവിഡ രാജാക്കന്മാരുടെ സപ്പോർട്ടോടെ ഈ ദ്രാവിഡ വിശ്വാസികളായ ജനത്തിന്റെ വിശ്വാസത്തെ അരക്കിട്ടിട്ട് ഉറപ്പിച്ചു. എന്തെന്നറിയോ? ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനെ ഉപദ്രവിക്കാതിരിക്കാൻ. ആവശ്യവും പറഞ്ഞിട്ടാണ് പോയിക്കോളൂ. ഒരു കുഞ്ഞിനെ തരണേ, കച്ചവടത്തിൽ ലാഭം തരണേ, അങ്ങനെ കല്യാണം കഴിക്കാൻ പോന്നേ, നല്ല മരുന്ന് തരണേ, അത് പറഞ്ഞിട്ട് അവരമ്മ ഗവൺമെന്റ് ഇടങ്ങറാക്കാൻ വരില്ല. പിന്നെ ആര്യ രാജാക്കന്മാർ വന്നു രാജ്യം ഭരിക്കാൻ. ആര്യ രാജാക്കന്മാരുടെ സ്ഥിതി എന്താണ്? നമ്പൂതിരി സമൂഹത്തിന്റെ മനസ്സ് നിർമ്മലമാണ് ഈ വിഷയത്തിന്. സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവരാണ് അവർ ക്രൂരതയെ ആരാധിക്കുന്നവരല്ല, സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ
നമ്പൂതിരി സമൂഹത്തിന്റെ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് സൗന്ദര്യമുള്ള ദേവീദേവന്മാരെ നിർമ്മിച്ചു. കണ്ടിട്ടില്ലേ? ആര്യ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളൊക്കെ കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളതായിരിക്കും, ആണും പെണ്ണും എല്ലാം നല്ല രസമുള്ളതായിരിക്കും. കണ്ടിട്ടില്ലേ? രാജാക്കന്മാരെ തന്ത്രമായിരുന്നു അത്. രാജാക്കന്മാരുടെ തണലിൽ അവരുടെ പട്ടുമെത്തകിൽ സുഖമായി കിടന്നുറങ്ങി ഭക്ഷണവും കഴിച്ചു കൂട്ടുന്നവർ, അവര് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിയാണിത്, പൗരോഹിത്യം. എപ്പോഴും പുരോഹിതന്മാരും ഭരണകൂടവും ഇക്കാര്യത്തിൽ ഒന്നിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ രീതിയിൽ കാണാൻ സൗന്ദര്യമുള്ള ദേവി ദേവന്മാരെ നിർമ്മിച്ച് ഗവൺമെന്റിന്റെ ചെലവിൽ നല്ല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി അവിടെ ഈ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് റുപ്യ അങ്ങോട്ട് മാറ്റിവെച്ച് സാധാരണക്കാരായ ആര്യ സമൂഹത്തിന്റെ മനസ്സിനെ അങ്ങോട്ട് നീക്കി. ഇനി അവർ ആവശ്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞോളൂ, ഗവൺമെന്റ് ഇറക്കാൻ നിൽക്കൂല, ഞങ്ങൾക്ക് റോഡ് വേണേ, കര വേണേ, കാല് വേണേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചോദിച്ചു. അത് കഴിഞ്ഞ് പേർഷ്യൻ മുസ്ലിമീങ്ങളാണ് അതിന് പകരം ജാറ നിർമ്മാണം തുടങ്ങിയത്. ദ്രാവിഡ സമൂഹവും ആര്യ സമൂഹവും അനുയായികളെ മാനസികമായി മരവിപ്പിച്ച് വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്യാനുണ്ടാക്കിയ ഏർപ്പാട് മുസ്ലിം സാധാരണക്കാരനെ എങ്ങനെയാണ് തളക്കുക എന്ന് പേർഷ്യൻ മുസ്ലിം രാജാക്കന്മാർ ചിന്തിക്കുകയായിരുന്നു. മുസ്ലിമീങ്ങളായ സാധാരണക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അവരെ സ്വതന്ത്രമായി വിട്ടാൽ, അവരെ ചിന്തയെ സ്വതന്ത്രമായി വിട്ടാൽ, അവരെ പ്രവർത്തന മണ്ഡലത്തെ സ്വതന്ത്രമായി വിട്ടാൽ അവർ ഗവൺമെന്റ് എപ്പോഴും കീറാമുട്ടിയായിരിക്കും, തലവേദനയായിരിക്കും. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് അവരെ വെറുകേറാക്കിക്കൊണ്ടിരിക്കും. അവരെ തളക്കാൻ എന്താണ് വഴി? പഴയകാല ആര്യ ദ്രാവിഡ സമൂഹത്തിനെ പോലെ ഇവർ ഒരു തന്ത്രം മെനയുകയായിരുന്നു. അതിന് പേർഷ്യൻ പൗരോഹിത്യത്തിന്റെ സപ്പോർട്ടും ഉണ്ടായി. ലോക ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിമീങ്ങൾക്ക് ഖബർസ്ഥാൻ ആരാധിക്കപ്പെടാൻ തുടങ്ങിയത് പേർഷ്യയിലാണ്, മിഡിൽ ഈസ്റ്റിൽ. ഗവൺമെന്റിന്റെ ചെലവിൽ മഹാന്മാരായ മഹത്തുക്കളെ കബറുകൾ കെട്ടിപ്പോക്കൽ തുടങ്ങി. ആ കബറിൽ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ഫണ്ട് നീക്കിവെച്ചു. പുരോഹിതന്മാരെ ഉപയോഗിച്ച് സാധാരണക്കാരായ ജനത്തിന്റെ മനസ്സിനെ അങ്ങോട്ട് നീക്കി. ആണും പെണ്ണും അവിടെ പോയി മലക്കം പറഞ്ഞോളും, രാവും പകലും. ആവശ്യങ്ങളൊക്കെ അവിടെ പോയി ചോദിച്ചോളും, ആവശ്യങ്ങളൊക്കെ അവിടെ പോയി തേടിക്കോളും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന് കുറച്ച് ഉറുപ്പികയും നീക്കിയാൽ പോലീസിനെ അയച്ച് പുരോഹിത വർഗത്തോടെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ഗവൺമെന്റിന് സുഖമായി ഉറങ്ങാം. ജനം പരാതിയുമായിട്ട് ജാറത്തിലേക്ക് പോയിക്കോളും. അതിന്റെ ബാക്കിയാണ് കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ അവശിഷ്ടം, വാൽകഷ്ണം. എന്തിനാ സുഹൃത്തുക്കളെ നാം സമയം കളയുന്നത്? ചരിത്രരേഖയില്ലാത്ത ചില സങ്കല്പങ്ങളെ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളാക്കി മാറ്റിയ സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയെടുത്ത് വിശ്വാസക്കുറവുണ്ടാക്കി ആ വിശ്വാസക്കുറവിനെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കാൻ മെനക്കെടുന്ന പൗരോഹിത്യത്തെയും അതിന് സപ്പോർട്ടോതുന്ന ഭരണകൂടത്തെയും അവരുണ്ടാക്കി തീർത്ത ഈ മിഥ്യകളെ പറ്റി സംസാരിച്ച് സമയം കളയരുത്. അള്ളാഹുവിന്റെ ജലാലത്ത് പറഞ്ഞിട്ട് സമയം കളയുക. അതാണ് നമുക്ക് ലാഭം, അതാണ് നമുക്ക് ലാഭം. മറ്റുള്ളത് മിഥ്യകളാണ്. മിഥ്യകളെ പറ്റി സംസാരിച്ച് സമയം കളയേണ്ടതില്ല. അതേ അവസരം അത് മിഥ്യയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെ ഇവിടെയാണ് വിഷയത്തിന്റെ കാതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. സാധാരണക്കാരനെ ഉദ്ദേശിച്ച്, ആണുങ്ങളെ ഉദ്ദേശിച്ച്, പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച്, ലോകത്തെ ഉദ്ദേശിച്ച്, ഇന്ത്യയെ ഉദ്ദേശിച്ച്, കേരളത്തെ ഉദ്ദേശിച്ച്, മലപ്പുറം ജില്ലയെ ഉദ്ദേശിച്ച്, കാരക്കുന്നിനെ ഉദ്ദേശിച്ച്, എല്ലാവരും ഉദ്ദേശിച്ച്, എന്നെയും നിങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചു. എല്ലാവരും ഒഴിവില്ല. എന്ത് പറഞ്ഞു അല്ലാഹ്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, രണ്ട് പൂർവികന്മാരായ രണ്ട് വ്യക്തികളുടെ സംഭവം അഷ്റഫുൽ ഖൽഖ് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് സുഹൃത്തുക്കൾ ഒരു നാട്ടിലൂടെ നടന്നു പോകുകയാണ്, ഒരു ഗ്രാമത്തിലൂടെ. ആ ഗ്രാമവാസികൾ ബിംബത്തെ ആരാധിക്കുന്നവരാണ്, അല്ലാഹു അല്ലാത്ത ശക്തി വ്യക്തികളെ പൂജിക്കുന്നവരാണ്, ആവശ്യങ്ങൾ അവരോട് തേടുന്നവരാണ്. ആ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരെ ആ ഗ്രാമവാസികൾ തടഞ്ഞു വെച്ചു.
എന്നിട്ട് അവർ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞങ്ങളെ ദൈവത്തിന് എന്തെങ്കിലും കാണിക്ക കൊടുത്തിട്ടേ ഈ നാട്ടിലൂടെ പോകാവൂ. അഷ്റഫുൽ ഖൽഖ് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് തൗഹീദിന്റെ തീവ്രത. രണ്ടുപേരും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അള്ളാന്റെ വഹദാനിയത്ത് അംഗീകരിച്ചവരാണ്. അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്ക്, അള്ളാഹു അല്ലാത്ത ശക്തികൾക്ക്, അള്ളാഹു അല്ലാത്ത വ്യക്തികൾക്ക് പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടൊരു വസ്തുവിനെയും ഞങ്ങൾ കാഴ്ചവെക്കുകയില്ല. ഞങ്ങൾ അള്ളാഹുവിന് മാത്രം നേർച്ച നേരുന്നവരാണ്. ഞങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അല്ലാത്ത ഒന്നിനു വേണ്ടി ഒരു കാരണവശാലും ചെയ്യുകയില്ല. നാട്ടുകാർ പറഞ്ഞു, നിങ്ങളെ ഈ രാജ്യത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയില്ല. ഞങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കൊന്നുകളയും. കൊലഭീഷണി. രണ്ടിലൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹിക്മത്ത് പ്രയോഗിച്ചു. എന്ത് ഹിക്മത്ത്? അള്ളാഹുവിന്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നു. അവസാനം അവര് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖിന്റെ വാക്കിതാണ്, അവസാനം അവര് പറഞ്ഞു, ഒരു ഈച്ചയെങ്കിലും ഞങ്ങളെ ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കണമെന്ന്. വാശി കൂടിയപ്പം പറഞ്ഞത് ഒരു ഈച്ചയെങ്കിലും. അഷ്റഫുൽ ഖൽഖ് വിശദീകരിച്ചു കൊടുക്കുകയാണ്, രണ്ടിൽ ഒരാൾ ഈച്ചയല്ലേ, ഒരു ഉപകാരമില്ലാത്ത വസ്തു, ഒരു ഈച്ച. ദൈവത്തിന്റെ മുന്നിൽ ഈച്ചയെ വെച്ചാൽ എന്താ നടക്കാൻ പോകുന്നത്? ഈച്ചയല്ലേ. ഇപ്പൊ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബാധിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ, ആർക്കും നേട്ടമുണ്ടാകുന്ന വിശ്വാസമല്ല, വസ്തുവല്ല, ഒരു ഈച്ച. ഈച്ചയെ കൊടുത്ത് രക്ഷപ്പെട്ടേക്കാം എന്നൊരു സഹാബി ഒരാൾ കരുതി. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഒരു ഈച്ചയെ ദൈവത്തിന് സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം നരകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഈച്ച. അഷ്റഫുൽ ഖൽഖ് തുടങ്ങുന്ന തന്നെ ഒരു ഈച്ച ഒരാളെ നരകത്തിലയച്ചു, ഒരു ഈച്ച ഒരാളെ സ്വർഗത്തിലയച്ചു എന്നാണ് വിഷയം തുടങ്ങുന്നത്. രണ്ടാമത്തെ വ്യക്തിയോടും പറഞ്ഞു, ഒരു ഈച്ചയെങ്കിലും സമർപ്പിക്കാതെ നിങ്ങളെയും വിടുകയില്ല എന്ന്. ഒരു ഈച്ചയെ പോലും സമർപ്പിക്കുന്ന വിഷയമില്ല അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തികൾക്ക് എന്ന്. അള്ളാഹ്ക്ക് മാത്രമേ ഈച്ചയാണെങ്കിലും ശരി സമർപ്പിക്കുന്ന വിഷയമുള്ളൂ. അദ്ദേഹത്തെ നാട്ടുകാർ കൊന്നുകളഞ്ഞു. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അയാൾ സ്വർഗത്തിലേക്ക് പോയി, ഈച്ച കാണാൻ. എവിടെ സുഹൃത്തുക്കളെ ഹിക്മത്ത്? അള്ളാഹുവിന്റെ ആധിപത്യം അംഗീകരിക്കുന്ന വിഷയത്തിൽ തന്ത്രത്തിന് വേണ്ടിയിട്ടെങ്കിൽ ഇവരാരും ഒരു ഈച്ചയെ പോലും നിർമ്മിച്ചിട്ടില്ല കേട്ടോ. ഈ ദേവി ദേവന്മാർ, ഈ ഭഗവതി ഭഗവാന്മാർ, ഈ ബീവി ബാവമാർ, ഈ ശൈഖ് മശായിഖുമാർ, ഇവരെല്ലാം ജിന്നുകൾ, മലക്കുകൾ, സകല വസ്തുക്കൾ, അല്ലാഹു അല്ലാത്ത വ്യക്തികൾ, അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, അല്ലാഹു അല്ലാത്ത ശക്തികൾ, ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ കഴിയില്ല. അല്ലാഹു കോർപ്പറേഷൻ എല്ലാവരും കൂടി, മുസ്ലിമീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, ഹിന്ദുക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, ക്രിസ്ത്യാനികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, ഭൗതികവാദികൾ വിളിച്ച് ആരെല്ലാം എന്തിനെയെല്ലാം അഭയം തേടുന്നോ, എന്തിനെയെല്ലാം ആശ്രയിക്കുന്നോ, അവരെല്ലാം ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി ഒരു ഈച്ചയെ നിർമ്മിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. വലവിജ്തമഉ വഇയസ്ലുബുഹുമുദ്ദുബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻ ഇനി അല്ലാഹ് പടച്ച ഈച്ച എന്തെങ്കിലും ഒരു വസ്തു തട്ടിക്കൊണ്ടുപോകാൻ മെനക്കെട്ടാൽ ആ ഈച്ചയെ പിടിച്ചു വെക്കാൻ പോലും ഈ ശക്തികൾക്ക് കഴിയില്ല കേട്ടോ. എന്നിട്ടല്ലേ നിർമ്മിക്കല്. ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദം കൊണ്ടുവെക്കും, ജാറത്തിൽ പായസം വിളമ്പിക്കൊണ്ട് കൊടുക്കും, അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിക്കൊണ്ട് കൊടുക്കും, നല്ല പഴം വാങ്ങിക്കൊണ്ട് കൊടുക്കും, അല്ലേ? അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടെല്ലാം മരിച്ചതിന് ശേഷം കൊടുക്കാം. അങ്ങനെ വെച്ചിട്ടിങ്ങ് വരും, ഈച്ച വന്നിട്ട് തിന്നാൻ തുടങ്ങും. അല്ലാഹ് പറഞ്ഞു,
ആ കിടക്കുന്ന ഈച്ചനെ തട്ടാനും കൂടി കഴിയില്ല. പിന്നെ നമ്മൾ എന്തിനാ പിന്നെ മെനക്കെടുന്നില്ല, ആവശ്യമില്ല. അതെ ചോദിക്കും. لا يستنكذوه ضعف الطالب والمطلوب ضعف الطالب والمطلوب ضعف الطالب والمطلوب. ഇവരെയൊക്കെ അന്വേഷിച്ച് പോകുന്നവരും ഈ അന്വേഷിക്കപ്പെടുന്ന ഈ ശക്തി വ്യക്തി വസ്തുക്കളും ഇത് മുഴുവനും ബലഹീനമാണ്. എന്തുകൊണ്ടാ ഇത് സംഭവിച്ചെന്നറിയുമോ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന വിഷയത്തെ പറ്റി അല്ല സംസാരിച്ചത്. അതേപോലെ തന്നെ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും അംബിയാ മുർസലീങ്ങളുടെ രീതിയായിരുന്നില്ല. അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൽ അംബിയാ മുർസലീങ്ങളുടെ രീതിയായിരുന്നില്ല. കാരണം അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അള്ളാഹുവിനെ അറിയുന്നവരാണ് എല്ലാവരും. എല്ലാ സമുദായവും അള്ളാഹുവിനെ അറിയുന്നവരാണ്. നൂഹിന്റെ സമുദായത്തിന് അള്ളാഹുവിനെ അറിയാം, ഇബ്രാഹിമിന്റെ സമുദായത്തിന് അള്ളാഹുവിനെ അറിയാം, മൂസന്റെയും ഈസന്റെയും സമുദായത്തിന് അള്ളാഹുവിനെ അറിയാം, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തിനും അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. ഖുറൈശികൾക്ക് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. അള്ളാഹിനെ പരിചയമില്ലാത്തൊരു സമൂഹത്തിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹ് ഉണ്ട് കേട്ടോ, ഈ ആകാശത്തിലൊരു ഉടമസ്ഥനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാനായിരുന്നില്ല പ്രവാചകന്മാര് വന്നത്. കാരണം അള്ളാഹുവിനെ അറിയാത്ത സമൂഹത്തിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല. അള്ളാഹുവിനെ അറിയുന്നവരാണ് പ്രവാചകന്മാർ വരുന്ന സമൂഹമെല്ലാം. പൗരാണിക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. വേണ്ട, അഷ്റഫുൽ ഖൽഖായ തങ്ങളെ ചരിത്രം തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന വിഷയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഖുറൈശികൾ അവരെ പ്രശ്നം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചവരാണ്. അള്ളാഹുവിനെ അറിയിച്ചിട്ടേ അവർ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. സാക്ഷാൽ അബൂ ജഹൽ അടക്കം അള്ളാഹുവിനെ അറിയിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇല്ലേ? ഒരു ഉദാഹരണം, അഷ്റഫുൽ ഖൽഖ് ജനിച്ചിട്ടില്ല, ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ കിടക്കുകയാണ്. റോമൻ സാമ്രാജ്യത്വ ശക്തികൾ അതിശക്തമായൊരു തന്ത്രം മെനഞ്ഞു. കാരണം തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആൾക്കാർക്കറിയാം അറേബ്യൻ കുലത്തിൽ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട് എന്ന്. അത് ജ്യോത്സ്യപ്രഖ്യാപനമൊന്നും അല്ല, സാദാ സീദാ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. തൗറാത്തിലും ഇഞ്ചീലിലും അത്ര വ്യക്തമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ വരവിനെ സംബന്ധിച്ച്. മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ജൂത ഗോത്രങ്ങൾ മറുഭാഗത്തു. ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ പേർഷ്യൻ റോമൻ ശക്തികൾ യുദ്ധം ചെയ്യുന്നതിന് തുല്യമായി ജൂത മുശ്രിക്ക് ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുമായിരുന്നു മദീനയിൽ. അന്ന് ജൂതന്മാരായ ചെറുപ്പക്കാർ മദീനയിലെ മുശ്രിക്കീങ്ങളായ ചെറുപ്പക്കാരോട് പറയുമായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളെ വേദഗ്രന്ഥത്തിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ പ്രവാചകൻ വരാൻ സമയമായി, ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ ബന്ധം ഞങ്ങളോടായിരിക്കും. കാരണം ഞങ്ങൾ കിതാബിൽ വിശ്വസിക്കുന്നവരാ, ആ പ്രവാചകൻ കിതാബുമായിട്ടാണ് വരിക. നിങ്ങൾ മുശ്രിക്കീങ്ങളാ, റിസാലത്തിലോ നുബുവത്തിലോ നിങ്ങൾ വിശ്വസിക്കാറില്ല. തീർച്ച പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ ഞങ്ങൾ സഹകരിക്കും, ഞങ്ങൾ വിശ്വസിക്കും. ആ പ്രവാചകനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ തകർത്ത് കളയും എന്ന് ജൂതന്മാരായ സാധാരണക്കാർ, മുശ്രിക്കീങ്ങളായ സാധാരണക്കാരോട് സംസാരിക്കുമായിരുന്നു. അത്ര യഖീനായ വിഷയമാണ് ജൂതനസാര സമൂഹത്തിന്റെ റസൂലായി തങ്ങൾ വരുന്നു എന്നുള്ള കാര്യം. അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് റിസാലത്ത് കിട്ടിയ വിഷയം മദീനയിൽ അറിയുന്നത്. ആദ്യത്തെ സംഘം അഖബയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കാണുകയും കലിമത്തു ഷഹാദ ചൊല്ലി ദീനുൽ ഇസ്ലാമിൽ അഷ്റഫുൽ ഖൽഖിന്റെ ശിഷ്യരാകുകയും ചെയ്തു. രണ്ടാമത്തെ സംഘം 70 പേര് അടുത്ത വർഷം മദീനയിൽ നിന്ന് വന്നു.
ഇവരെ വരാൻ പ്രേരിപ്പിച്ച ചരിത്രപരമായ ഒരു വസ്തുത, ഒരു കാര്യം, ജൂതന്മാർ പുതിയ പ്രവാചകനെ സ്വാധീനിച്ച് നമുക്കെതിരിൽ പടനീക്കം നടക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രവാചകനെ അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയുമെന്ന് നോക്കണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ കൂടി സംഘത്തെ അയക്കുകയായിരുന്നു മദീനയിൽ നിന്ന് മക്കയിലേക്ക്. ചരിത്രം നമ്മൾക്ക് പറഞ്ഞ ഉദ്ദേശം അതല്ല. റസൂലുള്ളാഹി തങ്ങളുടെ വരവ് അവിടെ നിന്ന് ജനിക്കുന്നതിന് മുമ്പേ സാദാ സീദാ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിരുന്നു. ഒരാത്മീയ ചർച്ചയോ ഒരഭൗതിക ലോക ചർച്ചയോ അല്ല, സാധാരണക്കാർക്കിടയിൽ ചർച്ചയുണ്ടായിരുന്നു. ഒരു മുഹമ്മദ് വരുന്നുണ്ട്, ഒരു മുഹമ്മദ് വരുന്നുണ്ട്, ഒരു പ്രവാചകൻ വരുന്നുണ്ട് ജൂതനസാരാക്കൾക്കിടയിൽ. ഇതേപോലെ റോമൻ സാമ്രാജ്യത്വ ശക്തികൾക്കിടയിലും ഈ ചർച്ച സജീവമായി. അവരെ ഉറക്കം കെടുത്തി. റോമൻ രാജാക്കന്മാരെ, പുരോഹിതന്മാരെ വിളിച്ചിരുത്തി. നമ്മുടെ ഇഞ്ചീൽ എന്ന കിതാബിൽ, നമ്മുടെ പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ വരാൻ ഏതാണ്ട് സമയമായിരിക്കുകയാണ്. ആ പ്രവാചകൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അഡ്രസ് ഉണ്ടാവുകയില്ല. ആദർശ രംഗത്ത് തീർച്ചയായിട്ടും നമ്മുടെ നേരെ തിരിയാൻ ഇടയുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ വരുന്നതിനെ തൊട്ട് തടയാനും വന്നാൽ ജനങ്ങൾ ആ പ്രവാചകനെ അറിയാതിരിക്കാനുമുള്ള ഏർപ്പാട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. റോമൻ ഭരണകൂടവും പ്രജകളും പുരോഹിതന്മാരും കൂടിയിരുന്നിട്ട് റോമിൽ ചർച്ച നടക്കുകയാണ്. അതിനെന്താണ് വഴി? പണ്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തെ തള്ളാൻ ജൂത പുരോഹിതന്മാരും ഭരണകൂടവും ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതിന്റെ ഫലമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മറിയം ബീവിന്റെയും പേരിൽ ആരോപണം ഉണ്ടാക്കിയത് ജൂത പുരോഹിതന്മാര്. എന്തിന്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറകെ സത്യം മനസ്സിലാക്കി ജനം ഒരുമിച്ച് കൂടുന്നത് തടയാൻ ഈസാ നബിയെ അവർ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ പഴയകാല തന്ത്രങ്ങളാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്ത് സജീവമാകുമ്പോൾ, അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ ഇൽമു തൗഹീദ് സജീവമാകുമ്പോൾ, അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസം യാഥാർത്ഥ്യമാകുമ്പോൾ, പ്രവാചകന്റെ ചര്യ യാഥാർത്ഥ്യമാകുമ്പോൾ, ഇതിനെതിരിൽ അതിന്റെ ശത്രുക്കൾ ശബ്ദിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നത് ചരിത്രത്തിന്റെ പിൻകുറിയാണ്. നാം അതിനെ ഇല്ലായ്മ ചെയ്ത മെനക്കെട്ടാൽ നടക്കുകയില്ല. അന്ന് റോമക്കാരിരുന്ന് തീരുമാനിച്ചു എന്താണ് ചെയ്യാൻ പറ്റുക. ആ തീരുമാനത്തിൽ വന്ന ആ അജണ്ട, ആ ചർച്ചയിൽ വന്നൊരു തീരുമാനമാണ്, നമുക്ക് അറേബ്യൻ കുലത്തിന്റെ ചരിത്ര സ്മാരകങ്ങളെ ഇല്ലാതാക്കി എത്രയോ വർഷങ്ങളുടെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ആ ദിശ വേറൊരു വഴിക്കേക്ക് നീക്കണം. ഇസ്മായിലും ഇബ്രാഹിമും യാഥാർത്ഥ്യമാണ്, ഇസ്ഹാക്കും ഇബ്രാഹിം അത് യാഥാർത്ഥ്യമാണ്. ഇസ്ഹാക്കിന്റെ വഴിയിൽ ഈസാ പ്രവാചകന്റെ വരവ് യാഥാർത്ഥ്യമായി. ഇസ്മായിലി തരീഖ ഇസ്മായിലി കുടുംബത്തിൽ അറബ് സമൂഹത്തിൽ പുതിയ പ്രവാചകൻ വന്നാൽ കേന്ദ്രം മക്കയിലെ കഅബാലയമായിരിക്കും. തീർച്ചയായും അതോടുകൂടി റോമിന്റെ അഡ്രസ് പോകും, റോമിന്റെ അഡ്രസ് പോകും, പൗരോഹിത്യം നിലക്കും, നസാറ സമൂഹത്തിന്റെ ആധിപത്യം നിലക്കും. എത്രയും പെട്ടെന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന്. അങ്ങനെയാണ് റോമൻ സാമ്രാജ്യം കഅബാലയത്തെ പൊളിച്ചു മാറ്റി അതിന് പകരം യമനിൽ ഒരു ചർച്ച് പണിത് കഅബാലയത്തിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദിനെ ചർച്ചിന്റെ മൂലയിൽ പ്രതിഷ്ഠിച്ച് ഇത്തലമുറ കഴിയുന്നത് വരെ പൂഴ്ത്തിവെച്ച് അടുത്ത തലമുറ മുതൽ പാരമ്പര്യത്തിൽ ആ കഅബാലയം ഇതാണ് എന്ന് ജനത്തെ ബോധിപ്പിക്കണം. ജനത്തെ മുഴുവനും യമനിലേക്ക് ആകർഷിപ്പിക്കണം. എന്നിട്ട് റോമിന്റെ നേതൃത്വം ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അറേബ്യൻ സമൂഹം അതോടുകൂടി ഇല്ലാതാവും. ഭയങ്കര തന്ത്രമാണ്. ആ തന്ത്രത്തിന്റെ പുതിയ പുതിയ പതിപ്പുകൾ നിങ്ങളോട് പറയാൻ സമയക്കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്. അല്ലാഹു അക്ബർ. തീരുമാനമായി. അറേബ്യൻ സമൂഹത്തിന്റെ ആത്മീയമായ നിലനിൽപ്പ് കഅബാലയത്തിലാണ്. കഅബാലയം ഇല്ലാതെ പോയാൽ പിന്നെ മക്ക മുക്കറമക്ക് അഡ്രസ് ഇല്ല. മക്ക ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ പിന്നെ സമൂഹത്തിന് അറബ് ലോകത്തെ പറ്റിയുള്ള പരിചയം ഉണ്ടാവില്ല. അങ്ങനെ അറബ് ലോകം ലോകത്ത് നിന്ന് അസ്തമിക്കുകയും റോമിന്റെ നേതൃത്വത്തില്
ഭൂലോകത്ത് മുഴുവനും ഒരാത്മീയ സിദ്ധി വളർത്തിയെടുക്കുകയും ചെയ്താൽ ഇസ്ലാമിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും നമുക്ക് വരാൻ പോകുന്നില്ല. ആ പ്രവാചകൻ വന്നാൽ എന്നാൽ ആൾ അറിയാനും പോകുന്നില്ല. അങ്ങനെയാണ് അവർ കഅബാലയത്തെ പൊളിക്കാൻ തീരുമാനമെടുത്തത്. ആര് മെനക്കെടും? അന്ന് യമൻ റോമിന്റെ കോളനിയായിരുന്നു. റോമിന്റെ പ്രതിനിധിയാണ് യമൻ ഭരിക്കുന്നത് അബ്രഹത്ത്. അബ്രഹത്തിന് വിവരം ധരിപ്പിച്ചു റോം, എത്രയും പെട്ടെന്നൊരു പട്ടാളത്തെ സജ്ജമാക്കണം, തൊട്ടടുത്ത മക്കായിലേക്ക് മാർച്ച് ചെയ്യണം, കഅബാലയത്തെ തകർക്കണം, അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് യമനിൽ ഒരു ചർച്ച് പണിയണം, ജനത്തിനെ അങ്ങോട്ട് ക്ഷണിക്കണം. മക്ക, കഅബ, അറബ് രാജ്യം, അറബികൾ, ഇതൊന്നും ചരിത്രത്തിൽ വരും ലോകത്തുണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ തേച്ചു മാച്ചു കളയണം. ചരിത്രാവിഷ്കാരം ആ രീതിയിൽ നടത്തപ്പെടണം. പലത് ഓർമ്മ വരുന്നു, ഒന്നും പറയേണ്ട സമയമല്ല ഇപ്പോൾ. അബ്രഹത്തിന് വിവരം കിട്ടി. അബ്രഹത്ത് ആനപ്പട്ടാളത്തെ സജ്ജമാക്കി, 200ഓളം ആനകൾ. വിവരം അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ അറിയിച്ചു. അന്ന് അബ്ദുൽ മുത്തലിബാണ് കഅബാലയത്തിന്റെ കാവൽക്കാരൻ, ഖാദിം. അബ്ദുൽ മുത്തലിബിന് എഴുത്ത് കിട്ടി, കഅബാലയത്തെ തകർത്ത് കളയാനുള്ള എഴുത്ത്. പിച്ച് ചീന്തി കൊട്ടയിലേക്ക് എറിഞ്ഞു അബ്ദുൽ മുത്തലിബ്. ആരെ അറിയിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി കിട്ടാതെ വന്നപ്പോൾ അബ്രഹത്തിന്റെ പട്ടാളം അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങളെ കൊള്ളയടിച്ചു, ആട്ടിൻപറ്റങ്ങളെ. വിവരം അബ്ദുൽ മുത്തലിബ് അറിഞ്ഞു. ചോദ്യം ചെയ്യാൻ അബ്ദുൽ മുത്തലിബ് യമനിലേക്ക് പോയി. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ സ്വീകരിച്ചിരുത്തി വന്നത് ആവശ്യപ്പെട്ടു. എന്താ കാര്യം? എന്റെ ആട്ടിൻകൂട്ടങ്ങളെ, എന്റെ ഒട്ടകക്കൂട്ടങ്ങളെ നിങ്ങളെ കൊള്ളക്കാർ, നിങ്ങളെ പട്ടാളക്കാർ കൊള്ളയടിച്ചിട്ടുണ്ട്, തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു എഴുത്തെഴുതിയിട്ടുണ്ടല്ലോ കഅബാലയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, മറുപടി കിട്ടിയില്ലല്ലോ. അബ്ദുൽ മുത്തലിബ് ഒറ്റ മറുപടി, ഒട്ടകക്കൂട്ടങ്ങൾ എന്റേതാണ്, കഅബാലയത്തിന്റെ ഉടമസ്ഥൻ അതിനെ കാത്തുകൊള്ളും, എനിക്കതിനെ പറ്റി പറയാനില്ല. അബ്ദുൽ മുത്തലിബ് ഒറ്റ മറുപടി. അബ്രഹത്ത് പരിഹസിച്ചു അബ്ദുൽ മുത്തലിബിനെ, കളിയാക്കി. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച പൗരാണികത്വത്തെ തകർത്ത് കളയാൻ ഒരു മടിയുമില്ലാത്ത ഭരണാധികാരി, പവിത്രമായി കരുതിയ കഅബാലയം പൊളിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൂസലുമില്ലാതെ അടങ്ങിയൊതുങ്ങി കഴിഞ്ഞുകൂടിയ ഭരണാധികാരി പരിഹസിച്ച് തുപ്പി ആട്ടി ഒട്ടകക്കൂട്ടങ്ങളുമായിട്ട് പൊയ്ക്കൊള്ളാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. അബ്ദുൽ മുത്തലിബ് കുലുങ്ങിയില്ല. തന്റെ ആട്ടിൻകൂട്ടങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളുമായിട്ട് തിരിച്ചു വന്ന അബ്ദുൽ മുത്തലിബ് അറേബ്യൻ സമൂഹത്തെ വിളിച്ചുകൂട്ടിയിട്ട് ശൂറ ചെയ്തു. അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞു. നേതാവിന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകുന്ന ശീലക്കാരാണ് അറബികൾ. അത് വേറൊരു രീതി, വേറൊരു ചരിത്രം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ രോഷാകുലരാവരുത്, അത്യാവശ്യമുള്ള വസ്തുവകകളെ കെട്ടി ജബലു അബീ ഖുബൈസിന്റെയും മറ്റും പ്രാന്തപ്രദേശങ്ങളിലേക്ക് താമസം മാറ്റുക. നമുക്ക് റോമക്കാരുമായി ഏറ്റുമുട്ടാനുള്ള താക്കത്തില്ല, അവരെ പട്ടാളം നമുക്ക് പരിചയമില്ല, അവരെങ്ങനെയാ വരുന്നത് നമുക്കറിയില്ല, നമുക്ക് ഏറ്റുമുട്ടലിന്റെ സമയമല്ല ഇപ്പോൾ. നിങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങിക്കൊള്ളുക, ബാക്കി ഞാനായിക്കൊള്ളാം. സർവരും ആവശ്യ വസ്തുക്കളെ മുഴുവനും പെരക്കി കെട്ടി ജബലു അബീ ഖുബൈസ് പോലെയുള്ള പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് താമസം മാറ്റി. അബ്ദുൽ മുത്തലിബ് ഒരു ദിവസം രാത്രി തനിച്ച് കഅബാലയത്തിന്റെ പൂമുറ്റത്തേക്ക് നെഞ്ച് കഅബാലയത്തിന്റെ ചുമരിൽ ചേർത്തി വെച്ചു. കവിൾത്തടം ആ വാതിൽക്കൽ ചേർത്ത് വെച്ച് കരഞ്ഞു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ വാക്ക് താരീഖിന്റെ കിതാബിൽ നമുക്ക് സ്പഷ്ടമായി കാണാം. അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹുവേ. എവിടെ നിന്ന് കിട്ടി അബ്ദുൽ മുത്തലിബിന് അല്ലാഹുവിനെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നതാണെങ്കിൽ ഇവിടെ അബ്ദുൽ മുത്തലിബിനെ പരിചയപ്പെട്ട അല്ലാഹു ആരതാണ്? എവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്? റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നേ ഉള്ളൂ. അബ്ദുൽ മുത്തലിബിന് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ കഅബാലയം അല്ലാഹുവിന്റെ വീടാണ്. ഈ കഅബാലയത്തിന്റെ പരിപാലകൻ അല്ലാഹുവാണ്. ഇത് അല്ലാഹുവിന്റെ പവിത്രമായ വീടാണ്. ഈ വീട്
അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യത്തിനും അബ്ദുൽ മുത്തലിബിന് അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ പൊന്നു മോമിനീങ്ങളെ, പ്രവാചകന്മാർ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നവരല്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യവുമില്ല. അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, മക്കളെക്കാൾ നന്നായിട്ട് അറിഞ്ഞവരാണ്. അബ്ദുൽ മുത്തലിബ് ദുആ നീണ്ടു, ഒരുപാട് ദുആ ചെയ്തു അള്ളാഹുവിനോട്. അല്ലാഹ്, ഈ വീട്ടിന്റെ പരിപാലകനായ അല്ലാഹ്, ഇത് നിന്റെ വീടാണ്, ഇത് തകർക്കാൻ ഒരു സംഘം വരുന്നുണ്ട്, ഇത് തകർന്നു പോയാൽ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിന്റെ ഇസ്സത്തിന് ഒരു കുഴപ്പവും വരികയില്ല, നിന്റെ ആധിപത്യത്തിന് ഒരു തടസ്സയും വരികയില്ല. എന്റെ മാനം പോകും പഠിച്ചവനെ. അബ്ദുൽ മുത്തലിബിന്റെ വാക്കുകളാണ്. എന്റെ മാനം പോകും, ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കും. നിന്റെ വീട് തകർത്തു എന്നല്ല, അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് തകർക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കും. ഞാൻ നാണക്കേടാവും, എന്റെ അന്തസ്സു പോകും പഠിച്ചവനെ, നീ എന്നെ ഒന്ന് സഹായിക്കണം. മാനമായ ദുആ. ശരിയാണ്, അറബികൾ പ്രശ്നങ്ങൾ അള്ളാഹുവിനോടാണ് പറയാറ്. അവർ അള്ളാഹുവിനെ ആദരിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അവർക്ക് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ആകാശം അള്ളാഹുവിൻ്റെതാണെന്ന് അവർക്കറിയാം, ഭൂമി അള്ളാഹുവിൻ്റെതാണെന്ന് അവർക്കറിയാം, കടലും കരയും അള്ളാഹുവിൻ്റെതാണെന്ന് അവർക്കറിയാം. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضِ لَيَقُولُنَّ اللَّهُ. ഈ ആകാശത്തെ നിർമ്മിച്ചത് ആരാണ്, ഈ ഭൂമിയെ നിർമ്മിച്ചത് ആരാണ് എന്ന് മതക്കാരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ അള്ളാഹു ആണെന്ന് മറുപടി പറയുമെന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹുവിനെ നന്നായിട്ട് അവർക്കറിയാം. ഇനി പ്രവാചകനില്ലാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞ വാക്ക് അള്ളാഹു തള്ളിക്കളയുമോ? ഇല്ല, ഇല്ല. അള്ളാഹുവിനോട് തന്നെയാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് അള്ളാഹു തന്നെയാണ് അതിന്റെ മറുപടി കൊടുക്കേണ്ടത്. അബ്രഹത്ത് പട്ടാളം യമനിൽ നിന്ന് പുറപ്പെട്ടു. 200ഓളം വരുന്ന ആനപ്പട്ടാളവുമായിട്ട് ഇറങ്ങി. അറഫ വഴി മുസ്ദലിഫ വിട്ട് വാദി മുഹസ്സറിൽ തമ്പടിച്ചു. വാദി മുഹസ്സറിൽ തമ്പടിച്ചു. ഇനി 5-6 മൈൽ മാത്രമേ ഉള്ളൂ കഅബാലയത്തിലേക്ക്. രാത്രി അവിടെ തങ്ങി. നേരം വെളുത്തു. ആനകളെ കൊണ്ട് മദ്യം കുടിപ്പിച്ചു. പാപ്പാന്മാരും മദ്യപിച്ചു, അബ്രഹത്തടക്കം. ആനകളെ ധൈര്യവാന്മാരാക്കി മതോന്മത്തരാക്കാൻ. എന്നിട്ട് കഅബാലയത്തെ ചവിട്ടി പൊളിച്ച് അതിന്റെ ധൂളികേളുകളെല്ലാം വരിക്കെട്ടി ആനപ്പുറത്ത് വെച്ച് സഞ്ചരിക്കാൻ. പാപ്പാന്മാർ ആനപ്പുറത്ത് കയറി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങലായി. ഓരോരുത്തരും അവരവരുടെ ആനയുടെ കടിഞ്ഞാനിളക്കി. ആനകൾ നിന്നിടത്ത് നിന്ന് കറങ്ങി. ആനകൾ നിന്നിടത്ത് നിന്ന് കറങ്ങി. 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്ന പ്രശ്നമില്ല. പാപ്പാന്മാര് കഠാരി ഊരി ആനയുടെ പൂഞ്ഞയിൽ കുത്തി വേദനിപ്പിക്കാൻ, വിരളി പിടിപ്പിക്കാൻ, എന്നിട്ട് വിരളി പിടിപ്പിച്ച് ഓട്ടാൻ, എന്നിട്ട് ദേഷ്യം പിടിപ്പിച്ചിട്ട് കാബാലത്തെ പൊളിപ്പിക്കാൻ. എന്നിട്ടും ആനകൾ നിന്നിടത്ത് നിന്ന് കറങ്ങി. 1 ഇഞ്ച് നീങ്ങിയില്ല. ബാക്കി അല്ലാഹു പറയട്ടെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ ترميهم بحجارة من سجيل فجعلهم كعصف مأكول. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കി അള്ളാഹുവിന്റെ ഇടപെടലിനെ പറ്റി. പ്രവാചകനില്ലാത്ത കാലം. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചിട്ടേ ഉള്ളൂ. ഈസാ നബി എന്നേ ആകാശത്തിലേക്ക് പോയി. ഈസാ നബി ആകാശത്തിലേക്ക് പോയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫാനെ ആമിന ബി പ്രസവിക്കുന്നത്. ഈ ഗ്യാപ്പിൽ അള്ളാഹുവിനെ പറ്റിയുള്ള പരിചയം അസ്തമിച്ചു പോയിട്ടില്ല ഖുറൈശികൾക്ക്. മനസ്സിലാക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ കുടുംബത്തിൽ പിന്നെ മുഹമ്മദ് മുസ്തഫാനെ ഒഴിച്ച് വേറൊരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. 6000, അതെ, നമുക്ക് 6000 കൊല്ലം,
അതിൽ നിന്ന് 1500 കഴിച്ചിട്ട് ബാക്കി 3500 കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ അറേബ്യൻ കുലത്തിന് അള്ളാഹുവിനെ മറന്നുപോയിട്ടില്ല. മനസ്സിലാക്കണം നാം. ഇല്ല, ഒരു കാലഘട്ടത്തിനും ലോകത്ത് വസ്തുക്കളെ പറ്റിയുള്ള അറിവിന്റെ ആധിക്യം വന്ന് മനുഷ്യൻ അഹങ്കാരിയായപ്പോഴാണ് ദൈവനിഷേധമുണ്ടായത്. വസ്തുക്കളെ പറ്റിയുള്ള അറിവിന്റെ അഗാധതയിൽ അത് അള്ളാഹുവിന്റെ വേറൊരു തന്ത്രമായിരുന്നു. ഭൂലോകത്തുള്ള മനുഷ്യനെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് ഒന്നും മനസ്സിലാക്കാത്തവനാക്കി മാറ്റാൻ സയൻസിന്റെ ഇൽമിന്റെ ആധിക്യം അതാണ്. ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. മനുഷ്യന്റെ പ്രായം വാർദ്ധക്യത്തിലാണ്. ആദമിൽ നിന്ന് നോഹിലേക്കുള്ള ശൈശവഘട്ടം, നോഹിൽ നിന്ന് ഇബ്രാഹിമിലേക്കുള്ള ബാല്യഘട്ടം, ഇബ്രാഹിമിൽ നിന്ന് മുഹമ്മദ് മുസ്തഫയിലേക്കുള്ള യൗവനഘട്ടം, മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് ഖിയാമത്ത് നാളിലേക്കുള്ള വാർദ്ധക്യഘട്ടം. അല്ലേ? ശൈശവഘട്ടത്തിൽ പോരാ, ഉള്ളത് പോരാ ബാല്യഘട്ടത്തിൽ, ബാല്യഘട്ടത്തിൽ ഉള്ളത് പോരാ യൗവനഘട്ടത്തിൽ, യൗവനഘട്ടത്തിലുള്ളതിന്റെ പൂർണ്ണതയാണ് വാർദ്ധക്യഘട്ടത്തിൽ. യൗവനഘട്ടത്തിലുള്ളത് പോരാ വാർദ്ധക്യഘട്ടത്തിൽ എന്നല്ല നാം പറഞ്ഞത്, യൗവനഘട്ടത്തിലുള്ളതിന്റെ പൂർണ്ണതയാണ് വാർദ്ധക്യഘട്ടത്തിൽ. അതെ, ഇബ്രാഹിമി മുഹമ്മദ് ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ ലോകത്ത് നടന്ന സംഭവത്തിന്റെ പരിപൂർണത മുഹമ്മദ് ഈ കാലഘട്ടത്തിന് ശേഷം ഞാനും നിങ്ങൾ ഒരുമിക്കണം. ഞാനും നിങ്ങളും അതിൻ്റെ ഇടയിൽ ശുഹദാ അലന്നാസ്, മാലോകർക്ക് സാക്ഷികളാകേണ്ടത് നമ്മളാണെന്ന് പറയാൻ കാരണം അതാ. ചരിത്രത്തിന്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ചരിത്രത്തെ നിലനിർത്താൻ വേണ്ടി പടപൊരുതുന്നവർ നമ്മൾ മുഅ്മിനീങ്ങൾ, ഈ ഇരിക്കുന്ന മുസ്ലിമീങ്ങളായ ആണും പെണ്ണും. ഇസ്ലാം ഒരു ഭയങ്കര പരിപാടിയാണ് സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അനുജന്മാരെ. ഇസ്ലാം അതൊരു ഭയങ്കര പരിപാടിയാണ്. അതിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നായകത്വം മുഹമ്മദുർ റസൂലുള്ളാഹ്, ഭയങ്കരമായ ഏർപ്പാടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് വെറും ഒരു ഈമാന്റെ കലിമ ചൊല്ലലും ഈമാനാകലും ഇസ്ലാമാകലും മാത്രമല്ല, അതൊരു ബൃഹത് പദ്ധതിയാണ്, ശക്തമായൊരു ഏർപ്പാടാണ്. അള്ളാഹുവിന്റെ അഖില ലോകത്തിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ ബുദ്ധിയുള്ള മനുഷ്യനെ ഏൽപ്പിച്ചപ്പോഴുണ്ടായ അജീബായ സംഭവങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ, അതാണ് ലോകത്ത് നടന്നത്. എപ്പോഴും ചരിത്രത്തിന്റെ പേരിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആമിന ബീവി പ്രസവിച്ചു. 40 വയസ്സ് പൂർത്തിയായി, 40 വയസ്സ് പൂർത്തിയായി. നുബുവത്ത് കിട്ടി, റിസാലത്ത് കിട്ടി, ജനമധ്യത്തിൽ ഇറങ്ങി. എന്തിനിറങ്ങി? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു മാത്രമേ ഉള്ളൂ, ആ അള്ളാഹുവിനോടൊപ്പം വേറെ ആളില്ല എന്ന് പറയാൻ. അതിനാണ് പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ വന്നത് അള്ളാഹ് ഉണ്ട് എന്ന് പറയാനല്ല, മറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള അള്ളാഹ്, ആ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരും അള്ളാഹിന്റെ ഒപ്പമില്ല എന്ന് പറയാനാണ് പ്രവാചകന്മാർ വന്നത്. നൂഹ് നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ വരെയുള്ള മുർസലീങ്ങൾ മുഴുവനും വന്നത് അള്ളാഹ് ഉണ്ട് എന്ന് പറയാനല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാ പ്രശ്നം ഉണ്ടായത്. അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. അള്ളാഹ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞെങ്കിൽ ബദറും ഉഹുദും വേണ്ടിവരുമായിരുന്നില്ല. അള്ളാഹ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് പോണ്ടി വരുമായിരുന്നില്ല. അള്ളാഹ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ ശുഐബ് അബീ താലിബിൽ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ തായിഫിലേക്ക് പോണ്ടി വരുമായിരുന്നില്ല. സഹകരിക്കാമായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, കോംപ്രമൈസ് ആകാമായിരുന്നു. പക്ഷെ ഒരു കോംപ്രമൈസിന് മശബുൽക്ക് തയ്യാറായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു വസ്തുവുമില്ല. സർവാധിപത്യം അല്ലാഹ്, നായകത്വം പ്രവാചകനായ എനിക്കും. ഇന്നി റസൂലുള്ളാഹി ഇലൈഹി. ശക്തമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കഥ കേൾക്കും പോലെ കേൾക്കല്ല, മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ ആ സംഭവം, ആ നടക്കുന്ന രംഗമൊക്കെ, അപ്പോഴാണ് നമുക്കിത് മനസ്സിലാകുക. അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ ഇളകിയാടുന്ന മഹാഭൂരിപക്ഷത്തിന്റെ സകല ഓട്ടത്തിന്റെയും ചാട്ടത്തിന്റെയും ഗൗരവം ചരിത്രത്തിന്റെ ബാക്കിയായിട്ട് നാം കാണണം. അപ്പോഴേ നമുക്കും ചരിത്രത്തിന്റെ ശക്തികളാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളും വെറും കഥ പറഞ്ഞു പോകുന്നവരായി മാറും. എൻ്റെ അനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടുമാണ് ഞാൻ പറയുന്നത്. അതേ, പുതിയ നൂറ്റാണ്ട് ഈമാന്റേതാണ്, ഇസ്ലാമിൻ്റെതാണ്. പുതിയ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതാണ്. 21-ാം നൂറ്റാണ്ടിന് പ്രായപൂർത്തി തികയുന്നേ ഉള്ളൂ, ശൈശവശ തീരുന്നേ ഉള്ളൂ പുതിയ നൂറ്റാണ്ടിന്. പുതിയ നൂറ്റാണ്ട് പുതിയ യുഗമാണ്. അഷ്റഫുൽ ഖൽക്കിന് ശേഷമുള്ള 4-ാം ഘട്ടം, റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷമുള്ള 1-ാം ഘട്ടം,
400 കൊല്ലക്കാലം ഒന്നാം ഘട്ടം. ഹിജ്റാബ്ദം 1, 2, 3, 4 നൂറ്റാണ്ട് കാലം ഇസ്ലാമിന്റെ കാലം. ഹിജ്റാബ്ദം 5, 6, 7, 8, 9 നൂറ്റാണ്ട് കാലം മുസ്ലിമിന്റെ കാലം. ഹിജ്റാബ്ദം 9, 10, 11, 12, 13, 14 നൂറ്റാണ്ട് കാലം യൂറോപ്പിന്റെ കാലം. യൂറോപ്പിന്റെ കാലം. ഇസ്ലാമും ഇല്ല, മുസ്ലിമും ഇല്ല, യൂറോപ്പിന്റെ കാലം. സോവിയറ്റ് റഷ്യ അസ്തമിച്ചു, അമേരിക്ക അസ്തമിക്കാൻ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുതിയ നൂറ്റാണ്ടിന്റെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ പ്രസക്തി ശക്തമാണ്, മുഹമ്മദുർ റസൂലിന്റെ പ്രസക്തി ശക്തമാണ്. അതെ, ലോകത്തിന്ന് ഇന്തോനേഷ്യ തൊട്ട് അങ്ങ് മഗ്രിബ് കെട്ട് വരെ, മൊറോക്കോ വരെ, സിന്ധിന്റെ വടക്കേ അതിർത്തി തൊട്ട് ജിബ്രാൾട്ടറിന്റെ തീരം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സജീവമാണ്. അതുകൊണ്ട് തന്നെ നാം ഇനി പേടിക്കേണ്ടത് നസാറാക്കളെയല്ല, ജൂതന്മാരെയല്ല, മജൂസികളെയല്ല, കമ്മ്യൂണിസ്റ്റുകളെയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയെ നിർജീവമാക്കാനും മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പകരം മറ്റൊരു ആധിപത്യം സ്ഥാപിക്കാനും മെനക്കെടുന്ന മുസ്ലിം ഉള്ളകത്തുള്ള ശക്തികളെയാണ് നാം പേടിക്കേണ്ടത്. പുതിയ നൂറ്റാണ്ടിൽ നാം ഭയപ്പെടേണ്ട ഏറ്റവും വലിയ ഭയം അതാണ്. ഇല്ല, വല്ലാഹി തമ്പുരാനെ തന്നെയാണ് അസത്യം. നസ്രാണി നേതൃത്വത്തിലുള്ള ഓറിയന്റലിസത്തെ നാം ഭയപ്പെടേണ്ടതില്ല. ജൂത നേതൃത്വത്തിലുള്ള സയനിസം ഭയപ്പെടേണ്ടതില്ല. റഷ്യന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസത്തെ ഭയപ്പെടേണ്ടതില്ല. ഇല്ല, നാസിസത്തിന്റെ ബാക്കി എന്ന നിലക്ക് ഫാസിസത്തെ ഭയപ്പെടേണ്ടതില്ല. ഏറ്റവും ഇനി ഭയപ്പെടേണ്ടത് മുസ്ലിമീങ്ങൾ അവരെ ഈമാന്റെ കാര്യത്തിൽ, അള്ളാഹുവിനുള്ള ഈമാന്റെ കാര്യത്തിൽ, റസൂലുള്ളാഹി തങ്ങളുടെ ഈമാന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളകത്ത് മുളച്ചു വരുന്ന ശക്തികളെ സംബന്ധിച്ചാണ്. അത്ര സജീവമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, ജൂതനസറാക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ട് ശബ്ദിക്കാൻ ഇന്ന് ചാൻസുകളില്ല. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്ഥിരീകരിക്കുകയാണ്. നവീനമായ സംഭവങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്ഥിരീകരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ, അടുത്ത കാലത്തായിട്ട് പൊട്ടിയ അഗ്നിപർവ്വതം വരെ, ആകാശത്ത് നിറഞ്ഞ പുകപടലങ്ങൾ വരെ, ആ പുകപടലങ്ങളിലൂടെ ലോകത്തുണ്ടായ കോടിക്കണക്കിന് നഷ്ടം വരെയും ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്ഥാപിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂലോകത്ത് നടക്കുന്ന പുതിയ സംഭവങ്ങൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ അരക്കെട്ടുറപ്പിക്കുകയും അല്ലാഹു അല്ലാത്ത ശക്തി വ്യക്തികളെ സംബന്ധിച്ച് താല്പര്യം ജനത്തിന് ഇല്ലാതെ വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശക്തികൾ, എതിർശക്തികൾ, ഇസ്ലാമിന്റെ എതിരാളികൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്ന എന്ത് കാര്യത്താണെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹിയെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തരീഖത്തുകൾ? ആധുനികമായിട്ട് വളർന്നു വരുന്ന തരീഖത്തുകൾ എന്താണ് ലക്ഷ്യം? ഇവരെ ലോകാടിസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ വൻ ശക്തികൾക്കുള്ള താല്പര്യം എന്താണ്? ശരിയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി നായകനായിട്ട് നിലനിൽക്കുന്ന കാലത്തോളം ദീനുൽ ഇസ്ലാമിന് പകരം ഒരു സംവിധാനവും ലോകത്ത് വിലപ്പോവുകയില്ല എന്നവർക്കറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് പകരം മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാത്ത വ്യക്തികൾ നായകനായിട്ട് വന്നാൽ അതോടുകൂടി ദീനുൽ ഇസ്ലാമിന്റെ ജീവൻ പോകും. മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാത്ത ദീനിന് ജീവൻ ഉണ്ടാകുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹിയെ ജനമധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും തൽസ്ഥാനത്തേക്ക് വ്യക്തികളെ പ്രതിഷ്ഠിക്കുകയും മനുഷ്യ മനസ്സിനെ അള്ളാഹുവിന്റെ ആധിപത്യത്തോടൊപ്പം വ്യക്തികളുടെ നായകത്വത്തെ ബന്ധിപ്പിച്ചു കൊടുത്താൽ മുഹമ്മദുർ റസൂലുള്ളാഹി നിർജീവമാവുകയും മറന്നുപോവുകയും ചെയ്യും. അതോടുകൂടി ദീനുൽ ഇസ്ലാമിന്റെ ജീവൻ പോകുമെന്ന് ലോകത്തിനറിയാം, ശത്രുക്കൾക്കറിയാം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവം, വിക്ർ സജീവം, അള്ളാന്റെ ദാത്തിനെ പറ്റിയുള്ള ചർച്ച സജീവം, അള്ളാന്റെ സിഫാത്തിനെ പറ്റിയുള്ള ചർച്ച സജീവം, അള്ളാന്റെ അസ്മാകളെ പറ്റിയുള്ള ചർച്ച സജീവം. അതേസമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ചർച്ച സജീവമാകുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പറ്റി വാചാലമാകുന്ന സമൂഹം, അള്ളാന്റെ വിക്റിനെ പറ്റി വാചാലമാകുന്ന സമൂഹം, അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റി വാചാലമാകുന്ന സമൂഹം, അള്ളാഹുവിന്റെ അസ്മാകളെ പറ്റി വാചാലമാകുന്ന സമൂഹം മുഹമ്മദുർ റസൂലിനെ എത്തുമ്പോഴേക്കും മൗനം ദീക്ഷിക്കുന്നു. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര മാത്രം പ്രചരിച്ചാലും ശരി, അത് ദീനുൽ ഇസ്ലാമിനെ ജീവിപ്പിക്കൂല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അറിയാം. ദീനുൽ ഇസ്ലാമിനെ മരിപ്പിക്കാനുള്ള വഴി എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി നിർജീവമാക്കുക.
മുഹമ്മദുർ റസൂലയുള്ള വിശ്വാസം. കർമ്മരംഗത്തും മുഹമ്മദുർ റസൂലയെ മാറ്റി നിർത്തുക. ഒരു ഡോക്ടർ, ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹം ആധുനിക ചിന്തയുമായി ബന്ധപ്പെട്ട ഒരാള്. അള്ളാഹുവിനെ വല്ലാതെ ചിന്തിക്കും, അള്ളാഹുവിനെ പറ്റി വല്ലാതെ ചർച്ച, അള്ളാഹിനെ പറ്റി വല്ലാതെ ദിക്ർ, അള്ളാഹിന്റെ ദാത്തിനെ പറ്റി തന്നെ ചർച്ച, അള്ളാഹുവിന്റെ അഫ്ആലുകളെ പറ്റിയാണ് ചർച്ച, അള്ളാഹിന്റെ ഇടപെടലുകളെ പറ്റിയാണ് ചർച്ച. അങ്ങനെ എന്നും അള്ളാഹ് അള്ളാഹ് അള്ളാഹ്. ക്രമേണ മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള അമാലി രംഗം മരവിക്കാൻ തുടങ്ങി. ഡോക്ടർ ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റു, ഉദുണ്ടാക്കി, മുസല്ല എടുത്തു, ദിക്ർ ചെയ്യാനിരുന്നു. ദിക്ർ ചെയ്യാൻ ഇരിക്കാൻ നേരം വെളിയിൽ നിന്നൊരു ബെല്ല്. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു തള്ളയും ഒരു മകളും. തള്ളക്ക് ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് ആളുകളായി. വേദന സഹിക്കാൻ കഴിയാതെ തള്ള അലമുറയിട്ടപ്പോൾ കൂട്ടി ഡോക്ടറത്തേക്ക് വന്നതാ, ഓട്ടോറിക്ഷയും പിടിച്ചിട്ട്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ക്യാൻസർ രോഗി വന്നിരിക്കുന്നു, അലമുറയിടുന്ന വേദന കൊണ്ട്. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, എന്റെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ട സമയമാണ്. അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി വാതിലടച്ച് അദ്ദേഹം ദിക്ർ ചെയ്യാനിരുന്നു. ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി മരിപ്പിച്ചു ആ ഡോക്ടർ. ഇതാണ് ജൂതന്റെ ആവശ്യം, ഇതാണ് നസാറിന്റെ ആവശ്യം. മുഹമ്മദുർ റസൂലുള്ളാഹിയെ നിർജീവമാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര സജീവമാക്കിയിട്ടും കാര്യമില്ലെന്ന് ജൂതനസറക്കൾക്കറിയാം. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സജീവമാക്കാൻ പറ്റുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാത്ത വേറെ ഒന്നുകൊണ്ടും, ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ നുബുവത്തിന്റെ നെഹ്ജിലില്ലാത്ത ഒന്നുകൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിയില്ല. ഇത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകാടിസ്ഥാനത്ത് സജീവമായപ്പോൾ ആധുനിക ടെക്നോളജി, നവീന ടെക്നോളജി, അത്യാധുനിക സാങ്കേതികത്വം അതുപോലും അള്ളാഹുവിന്റെ ആധിപത്യത്തിന് തെളിവായി വന്നപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ഇല്ലാതാക്കാൻ മെനക്കെടുകയാണ്. ഇത് കരുതിയിരിക്കാൻ ഈ സമുദായം തയ്യാറാവണം. ഇത് കരുതിയിരുന്നു കൊള്ളണം, അല്ലെങ്കിൽ അപകടം മണക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ജൂതനസാറാക്കന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മതമേധാവികളോ മറ്റ് ജാതി മതങ്ങളോ ഒന്നുമല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ളവർ ഇതിന് വേണ്ടിയിട്ട് വലകൾ നെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. പുറത്തു നിൽക്കുന്ന ഒരാൾ ഒരു ശത്രുത പറയുമ്പോൾ അത്ര അധികം കരുതിയിരിക്കേണ്ടതില്ല. മിത്രമാകേണ്ടവർ ശത്രുവായി വരുമ്പോഴാണ് നാം കൂടുതൽ കരുതിയിരിക്കേണ്ടത്. അതേ സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒപ്പത്തിനൊപ്പം ആധിപത്യം അല്ലാഹു തആലാക്ക്, നായകത്വം മുഹമ്മദ് മുസ്തഫാക്ക്. ഞാൻ ചെയ്യുന്ന ജോലി മുഴുവനും അള്ളാഹുവിന്റെ കൽപ്പന, ചെയ്യുന്ന രീതിയോ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ രീതി. അതാണല്ലോ നായകത്വം. ചെയ്യുന്ന ജോലി അള്ളാഹുവിന്റെ കൽപ്പന പോരാ, ചെയ്യുന്ന രീതി മുഹമ്മദ് മുസ്തഫാന്റെ നായകത്വം കൂടി വേണം. എന്നാലേ ഇസ്ലാമാവുള്ളൂ. 2 കലിമ അതിനു വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ കലിമയെ നിർജീവമാക്കിയാൽ കൽപ്പന അള്ളാഹുവിന്റേത്, ചെയ്യുന്ന രീതി മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാതെ വേറെ ആരോ പഠിപ്പിച്ചതുപോലെ. വല്ലാഹി അത് ദീനല്ല, അത് ബാത്തിലാണ്. അള്ളാഹു സജീവമായി നിൽക്കുകയും അള്ളാഹിനെ അനുസരിക്കുന്ന രീതി മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാത്ത വേറൊരു വ്യക്തിയായി മാറുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മത്തിന്റെ ഉള്ളകത്ത് പുതിയൊരു മതം രൂപപ്പെട്ടു വരികയാണ്. ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ തലമുറ നാശത്തിലാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ പ്രബോധനം, തൗഹീദിന്റെ പ്രചരണം അതിശക്തമായി വീട്ടിലും നാട്ടിലും, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ സജീവമായിരിക്കണം. അല്ലെങ്കിൽ പുതിയ തലമുറ അതിഭയങ്കരമായ നാശത്തിലേക്ക് കൂപ്പുകുത്താനിടയുണ്ട്. അതിന്റെ ശ്രമത്തിലാണ് ലോകത്ത് ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിസാലത്തും നുബുവത്തും പൂർത്തിയാക്കിയതിന് ശേഷം, പരിശീലനവും സിദ്ധിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ആധിപത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. സഫാ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു ജനങ്ങളെ മുഴുവനും. ഇതേപോലെ സഫാ മലയുടെ താഴ്വാരത്തിൽ ഒരുമിച്ചുകൂടി ഖുറൈശി കൂട്ടത്തിലെ അവസാനത്തെ കണ്ണി അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ. ആരെയാണ്
ആരെയാണ് വിളിച്ചിരിക്കുന്നത്? അള്ളാഹുവിനെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളെ അല്ലേ? അബൂലഹബിന് അള്ളാഹുവിനെ അറിയാം, ഹംസാക്ക് അള്ളാഹുവിനെ അറിയാം, അബ്ബാസിന് അള്ളാഹുവിനെ അറിയാം, അബൂ താലിബിന് അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിനെ അറിയുന്ന സമൂഹത്തെയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ചോദിക്കല്ലേ, അള്ളാഹിനെ അറിയുന്നവരോട് എന്തിനാ അള്ളാഹിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വല്ല ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനോടോ പോയി പറഞ്ഞാൽ പോരെ. അല്ല, അള്ളാഹുവിനെ അറിയുന്നവർ, അള്ളാഹുവിനെ അറിയുന്നവർ. പക്ഷെ എന്താണ് അറിവ്? അള്ളാഹ് ഉണ്ട് എന്നുള്ള അറിവ്. ഇല്ലാത്ത അറിവ് ഏതാണ്? അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നറിവ്. അതാണ് ഇല്ലാതെ പോയ അറിവ്. അള്ളാഹ് ഉണ്ടെന്നുള്ള അറിവ് അതെല്ലാവർക്കും ആമായ അറിവാണ്. ശരിയാണ്. ഒരു സംഭവം കൂടി വ്യക്തമാക്കിക്കൊള്ളട്ടെ. അഷ്റഫുൽ ഖൽഖിന് വയസ്സ് 32. ശ്രദ്ധിച്ചു കേട്ടോളണം. റസൂലുള്ളാഹി തങ്ങൾക്ക് വയസ്സ് 32. വെള്ളപ്പൊക്കത്തിൽ കഅബാലയത്തിന്റെ കേടുപാടുകൾ പറ്റി. കഅബാലയം പുനർനിർമ്മാണം നടത്താൻ ഒരു ബിൽഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കി ഖുറൈശികൾ. നമ്മളെ ഭാഷയിൽ സംസാരിക്കുകയാണ്. ബിൽഡിംഗ് കമ്മിറ്റി ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി, പൈസ ഉണ്ടാക്കാൻ. കഅബത്തിന്റെ പണി പൂർത്തിയാക്കാൻ പൈസ വേണ്ടേ? ഫ്രീ ആകാൻ പറ്റൂലല്ലോ. ഖുറൈശികൾ ദാറുൻ നദ്വയിൽ യോഗം കൂടി. അന്ന് ഹബീബായ മുത്തിന് 32 വയസ്സ് പ്രായമാണ്. ഇവന്മാരുടെ യോഗത്തിനും മറ്റൊന്നും അഷ്റഫുൽ ഖൽഖ് പങ്കെടുക്കാറില്ല. ഹബീബ് തനിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്, ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ എന്താണ് വഴി? എന്താണ് വഴി? അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞ സമൂഹത്തെ പിന്നെ എന്തിനാ ഉദ്ധരിക്കേണ്ടത്? എവിടെയെങ്കിലും പോയി തൊലയട്ടെ? അല്ല, അള്ളാഹ് ഉണ്ടെന്ന് അംഗീകരിച്ചാൽ പോരാ. ഈ സമൂഹം അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കണം. അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ ധൃതി, അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ ചിന്ത. അള്ളാഹുവിനെ മാത്രം ഇവർ കുമ്പിടുന്നവരാവണം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്നവരാകണം, അള്ളാഹ്ക്ക് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുന്നവരാകണം, അള്ളാഹുവിൽ മാത്രം അഭയം തേടുന്നവരാകണം, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നവരാകണം, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരാകണം, അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്നവരാകണം. അള്ളാഹ്ക്ക് പകരം വേറെ ഒന്നിനെയും ഭയപ്പെടുന്നവരാകരുത്, ഒന്നിന്റെയും മുമ്പിൽ കുമ്പിടുന്നവരാവരുത്, ഒരു വ്യക്തിയുടെയും ശക്തിയുടെയും മുമ്പിൽ പരാതികൾ ബോധിപ്പിക്കുന്നവരാവരുത്. ഇവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. അതാണ് സുബ്ഹാനല്ലാഹുവിന്റെ ചിന്ത. നല്ല ഇവരെല്ലാം അള്ളാഹിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പോയിട്ട് കുമ്പിടട്ടെ, തൊലയട്ടെ, എന്തെങ്കിലും പോട്ടെ, കുഴപ്പമൊന്നുമില്ല, അള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതല്ല അഷ്റഫുൽ ഖൽഖിന്റെ പ്രശ്നം. അഷ്റഫുൽ ഖൽഖിന്റെ പ്രശ്നം ഇവർക്കൊക്കെ അള്ളാഹിനെ അറിയാൻ പോരാ, അള്ളാഹിനെ മാത്രം അംഗീകരിക്കുന്നവരാവണം ഇവർ. ഇതാണ് ഇവരുടെ ചിന്ത. അച്ചിന്തയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നത്. ഖുറൈശി കൂട്ടത്തിന്റെ യോഗത്തിൽ ഫണ്ട് പിരിവ് തുടങ്ങി. ഫണ്ട് ഉണ്ടാക്കേണ്ട കമ്മിറ്റിക്കാരെ പ്രഖ്യാപനം നടത്തി ഖുറൈശികൾക്കിടയിൽ. എന്താ പ്രഖ്യാപനം? നമ്മളെല്ലാം മനസ്സിലാക്കണം. ആരെ വിശ്വാസത്തെയാണ് മാറ്റു കൂടുതലെന്ന്? ഈ ഇരിക്കുന്ന മേത്തന്മാരായ നമ്മളെ വിശ്വാസത്തിനാണോ, അതോ ഈ കാര്യത്തിൽ അബൂജഹൽ അടക്കമുള്ള ഖുറൈശി കൂട്ടത്തിന്റെ വിശ്വാസത്തിനാണോ മാറ്റു കൂടുതൽ? ചിന്തിക്കാൻ സമയമായി. ശരിയാണ്, അള്ളാഹു മാത്രം എന്ന പ്രയോഗം ബലഹീനമായപ്പോൾ ഉണ്ടായ നാശം ഈ ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രം എന്ന വാക്കിന് വലിയ പ്രസക്തിയുണ്ട് തൗഹീദിൽ. മാത്രം, അള്ളാഹു മാത്രം. പലരും പറഞ്ഞിട്ടുണ്ട്, അന്ന് ഖുറൈശികൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുഹമ്മദ് എന്തിനാ ഈ മാത്രം എന്ന് പറയുന്നത്? നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, ഈ മൗലവി എന്തിനാ ഈ മാത്രം പറയുന്നത്? അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, അള്ളാഹ് മാത്രം എന്താ? പണ്ട് അബൂജഹലും അള്ളാഹ് റസൂൽ ചോദിച്ചാൽ അങ്ങനെയാ, മുഹമ്മദേ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്തിനാ പറയുന്നത്? വ്യത്യാസം മനസ്സിലാക്കാൻ വ്യക്തി ബുദ്ധിയൊന്നും വേണ്ടിയില്ലല്ലോ അല്ലേ? ഖുറൈശി കൂട്ടത്തിന്റെ പ്രഖ്യാപനം വന്നു, ഇത് അള്ളാഹുവിന്റെ വീടാണ്. ശ്രദ്ധിച്ചു കേട്ടോളാം, പള്ളി കമ്മിറ്റിക്കാരും കാണും ഈ കൂട്ടത്തിൽ. ഇത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീടിന്റെ പുനർനിർമ്മാണം നടത്താൻ പോവുകയാണ് നമ്മൾ. ലാത്ത സാഹിബിന്റെയും ഉസ്സ സാഹിബിന്റെയും വീടല്ല, അള്ളാഹുവിന്റെ വീടാണ്. ഈ പവിത്രമായ വീട് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പവിത്രത നാം ഈ വീട്ടിന് നൽകിയിട്ടുണ്ട്. ഈ വീട് പവിത്രമായിരിക്കണം. അതുകൊണ്ട് അറേബ്യൻ കുലത്തിൽ ജീവിക്കുന്ന മക്കക്കാരായ നമ്മൾ, നമ്മുടെ സാമ്പത്തിക സ്രോതസ് 4 തരത്തിലാണ്. നമ്മുടെ പൈസ 4 രീതിയിലുള്ളതാണ്. ഒന്ന്, മുഴുപലിശ. പലിശ കച്ചവടം നടത്തുന്ന കാര്യത്തിൽ നിന്ന് മക്കക്കാരെ വെല്ലാൻ ലോകത്തൊരു ശക്തിക്ക് കഴിയില്ലായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുന്തിയ പലിശ കച്ചവടക്കാരനായിരുന്നു. രണ്ടാമത്തെ സാമ്പത്തിക സ്രോതസ് ചൂതാട്ടമാണ്. ഖത്താബിന്റെ മകൻ ഉമറിനെ വെല്ലാൻ അന്നൊരാളുമില്ല ചൂതാട്ടത്തിന്റെ കാര്യത്തിൽ. മൂന്നാമത്തെ പൈസ മദ്യം. മദ്യം ഉൽപ്പാദിക്കുക, മദ്യം വിൽക്കുക. ഇക്കാര്യത്തിൽ അറബികളെ വെല്ലാൻ ലോകത്തൊരു നാട്ടിനും കഴിയുമായിരുന്നില്ല. തീർച്ച നമ്മുടെ കയ്യിലുള്ള പൈസ ഭൂരിപക്ഷവും ഈ പൈസയാണ്. അതുകൊണ്ട് ഈ പൈസയിൽ ഒരു നയാ പൈസ പോലും ഈ കഅബാലയത്തിന്റെ പണിക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല.
ഖുറൈശികളെ വിളംബരം. അന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ ഓതി കൊടുത്തിട്ടും മസല പറഞ്ഞു കൊടുത്തിട്ടും അല്ല ഖുറൈശികൾ അങ്ങനെ പറഞ്ഞത്, അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ട് പറഞ്ഞതാ. നാലാമത് പൈസന്റെ സ്രോതസ് എന്താണ്? ഈത്തപ്പഴം, മുന്തിരി കൃഷി, ഒട്ടകം, ആട്, മാട് മുതലായ കൃഷി. ഇതിലൂടെ ഉണ്ടാക്കിയ പൈസ, അത് മാത്രമേ ഹലാലുള്ളൂ എന്ന് ഖുറൈശികളെ സംബന്ധിച്ച വിഷയമാണ്. സാധാരണ മുസ്ലിം നാടുകളിൽ മുമ്പൊക്കെ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ പള്ളികൾ ഉണ്ടാകും. പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ചായക്കട ഉണ്ടാകും. എല്ലാ പള്ളിന്റെ അടുത്ത് ഒരു ചായക്കട ഉണ്ടാകും. ആ ചായക്കട രാവിലെ തുറക്കുകയും ചെയ്യും, സുബീക്ക് തുറക്കും. കാരണം ഈ കർക്കാരൻ അറിയാം, ഏത് പള്ളിയിലും സുബീകരിക്കാൻ വേണ്ടി വന്നാൽ ആ കടയിൽ കയറി ചായ കുടിക്കാൻ എല്ലാവരും തയ്യാറാകും. അതുകൊണ്ട് പള്ളികൾക്ക് മുമ്പിലെല്ലാം ചായക്കട സാധാരണ പണ്ടേ ഉണ്ട്, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചിട്ട്. ഇപ്പൊ 2 കടയാണ്. ചായക്കട പണ്ടേ ഉള്ളത് തന്നെ. കാക്കാമാര് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ തസ്ബീഹും ദിക്റും ചൊല്ലിട്ട് നേരെ ഹോട്ടലിലേക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടേ പുറക്കേക്കുള്ളൂ. ഇപ്പൊ 2ാമത്തെ കട അത് ലോട്ടറി കടയാണ്. കേരളത്തിൽ എവിടെ പോയി നോക്കിയാലും മുസ്ലിമീങ്ങൾ കൂടുതൽ താമസിക്കുന്ന പള്ളികൾ കൂടുതലുള്ള സ്ഥലത്താണ് ലോട്ടറി കടകൾ കൂടുതലുള്ളത്. അത് പള്ളിന്റെ തൊട്ടടുത്തായിരിക്കും ലോട്ടറി കട. കാരണം ലോട്ടറി കച്ചവടക്കാരനറിയാം, കാക്ക ആജാക്കന്മാരടക്കം പള്ളിയിലേക്ക് സുബീകരിക്കാൻ വേണ്ടി വരും. എന്നിട്ട് ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, തസ്ബീഹ് ചൊല്ലും, സലാത്ത് ചൊല്ലും, എന്നിട്ട് ളുഹവ് നിസ്കരിക്കും, തൊട്ടടുത്ത കാപ്പിക്കടക്ക് ചായയും കൊടുക്കും. എന്നിട്ട് ആ സുബഹി നിസ്കാരത്തിന്റെ ബറക്കത്ത് മാഞ്ഞു തേഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് തൊട്ടടുത്ത കടക്കരി 10 രൂപ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം സുബഹിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ലോട്ടറി അടിക്കണം. നോക്കിയോ, പൈസ ചോദിക്കും. ചൂതാട്ടത്തിന്റെ പൈസയോ? അതെ, ലോട്ടറി ചൂതാട്ടമാണെന്ന് ആർക്കാ സംശയം? ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് 10 രൂപ ചെലവഴിക്കുന്ന മുസൽമാൻ ആലോചിച്ചു കൊള്ളുക. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളോളം ഇസ്ലാമിന്റെ എതിരാളികൾ നടപ്പിൽ വെച്ച ചൂതാട്ടത്തെ സുബഹിസ്കാരത്തിന്റെ ബർക്കത്തും പറഞ്ഞിട്ട് ഒരു 10 രൂപന്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ ലോകത്തെ നശിച്ചൊടുങ്ങിയ ഒരു സമൂഹത്തിന്റെ ചൂതാട്ടത്തെ ഹയാത്താക്കാൻ ഞാനും നിങ്ങളുമാണ് തയ്യാറായത് നൂറ്റാണ്ടിൽ എന്ന കാര്യം മറക്കണ്ട. അത് ഓർത്തുകൊണ്ട് ടിക്കറ്റ് എടുത്താൽ മതി. 10 രൂപ കൊടുത്തിട്ട് ചൂതാട്ടം, തനി ചൂതാട്ടം. ലോട്ടറി ചൂതാട്ടമല്ലെങ്കിൽ വല്ലാഹി ചൂതാട്ടുന്ന സാധനം ലോകത്തില്ല. ചൂതാട്ടം അല്ലെങ്കിൽ